പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം 16-ാം വാക്യം, അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. കൃപമേൽ കൃപ, കൃപയുടെ മേൽ കൃപ, ഇരട്ടി കൃപ, ഇരട്ടി അനുഗ്രഹം, ഇരട്ടി ദൈവത്തിൻ്റെ കരുതൽ. അത് ഒരു ദൈവ പൈതലിൻ്റെ അവകാശമാണ്. നാം ദൈവത്തോട് അടുത്ത് വരുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ ഇരട്ടി കൃപ തന്ന്, കൃപമേൽ കൃപ തന്ന് നമ്മെ മാനിക്കും. അവൻ അധികം കൃപ നൽകും. വേദപുസ്തകത്തിൽ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം ഒരു ദൈവ പൈതലിന് അധികം കൃപ നൽകും. അത് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്ങാണ്. ഇന്ന് രാവിലെയും താഴ്മയോടെ നാം ജീവിക്കാൻ തയ്യാറെങ്കിൽ അധികം കൃപ തന്ന് നമ്മെ മാനിപ്പാൻ ദൈവം മതിയായവനത്രേ. ഹല്ലേലൂയ. നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ അവൻ അധിക കൃപ നൽകുന്നു, അവൻ അധിക കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെയും ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം താണിരിക്കുമ്പോൾ, നാം ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നിശ്ചയമായി താഴ്മയുള്ളവർക്ക് അവൻ അധിക കൃപ നൽകും. സ്വർഗമഹിമകളെ വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതേ ഭാവമാണ് നമ്മിലും വരേണ്ടത്. നാം അതിനെ മാതൃകയാക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നാശത്തിന് മുമ്പേ ഹല്ലേലൂയ ഗർവം കടന്നു വരുമെന്നുള്ള സദൃശ്യവാക്യം നാം മറന്നു പോകാറുണ്ട്. ഹല്ലേലൂയ. ദൈവം അതുകൊണ്ട് നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നൊരു കാര്യം നാം മറക്കരുത്. നമുക്ക് അധികം കൃപ വേണോ? നാം താഴ്മയുള്ളവരായിരിക്കണം. അഹങ്കാരം അനേക പേരെ വീഴ്ത്തിയത് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. നെബൂഖദ്നേസറിൻ്റെ കഥ, ഉസിയ രാജാവിൻ്റെ കഥ, ബെൽഷസ്സറിൻ്റെയും ഫറവോൻ്റെയും കഥ നാം ഒരു നാളും മറന്നു പോകരുത്. ദൈവസന്നിധിയിൽ നിഗളത്തോടെ നിൽക്കുന്നവരെ ദൈവം അതത് സമയത്ത് താഴ്ത്തിയിട്ടുണ്ട്. അതത് സമയത്ത് അവരുടെ ജീവിതത്തിൽ തകർച്ച വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാൻ നാം തയ്യാറെങ്കിൽ ഹല്ലേലൂയ, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനപ്രകാരം കർത്താവ് നമ്മെ ഉയർത്താൻ മതിയായ ദൈവമത്രേ. ഹല്ലേലൂയ. നാം എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്താൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വാക്യത്തിൽ നാം അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. പ്രിയരെ, ഇന്ന് രാവിലെ കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാൻ പറ്റുമോ? ഒന്ന് താഴ്മ ധരിക്കാൻ പറ്റുമോ? കർത്താവേ, ഞാൻ ഒന്നുമില്ല, ഞാൻ ഏതുമില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നത് അങ്ങയുടെ കൃപയെന്ന് പറഞ്ഞ് ഒന്ന് താഴ്ത്തി സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ നിശ്ചയമായി താഴ്മയുള്ളവരെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, താണവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാവിലെയും കൃപമേൽ കൃപ ലഭിക്കാൻ, അധികം കൃപ ലഭിക്കാൻ അപ്പോസ്തലനായ യാക്കോബ് എഴുതിയിരിക്കുന്നു, നിങ്ങൾ ദൈവസന്നിധിയിൽ താണിരിക്കണം, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. പ്രിയരെ, നമുക്ക് ദൈവികമായ ആ താഴ്മയെ നമുക്ക് സ്വീകരിക്കാം. 2, അധിക കൃപ ലഭിക്കണമെങ്കിൽ നാം എന്താ ചെയ്യേണ്ടത്? നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യണം. പ്രിയരെ, നിങ്ങളെ ഏൽപ്പിച്ച വേല ഏതുമായിക്കോട്ടെ, നിങ്ങളൊരു ഓഫീസിലെ ജോലിക്കാരനായിരിക്കാം, നിങ്ങളൊരു ഒരു പഠിക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളൊരു ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, നിങ്ങൾ ഹല്ലേലൂയ ഒരു യജമാനനായിരിക്കാം, നിങ്ങളൊരു ദാസനായിരിക്കാം, നിങ്ങളൊരു ശുശ്രൂഷയിലെ ദൈവവേലയിൽ ചെയ്യുന്ന ഒരു ദൈവദാസനായിരിക്കാം, നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ ഏതുമായിക്കോട്ടെ, നിങ്ങളെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോട് ചെയ്യണം. അല്പകാര്യങ്ങളിൽ വിശ്വസ്തത കാണിച്ചാൽ അധികം കാര്യത്തിൽ ദൈവം നിങ്ങളെ കാര്യവിചാരകനാക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഹല്ലേലൂയ എലിയാസറിൻ്റെ കാര്യം നന്നായിട്ടറിയാം. എലിയാസർ തന്നെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോട് ചെയ്തു. എലിയാസർ അതുകൊണ്ട് ദൈവമുമ്പാകെ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ,
എൻ്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിക്കണമേ, അല്ലെ ഇന്ന് തന്നെ കാര്യം സാധിപ്പിക്കണമേ. തൻ്റെ പ്രാർത്ഥനയാ, ദൈവമേ ഒന്ന് കൃപ ചെയ്ത് കർത്താവേ, എൻ്റെ യജമാനനോടുള്ള കൃപ പ്രകാരം ദൈവം ഒരു കൃപ ചെയ്ത് ഞാൻ വന്ന കാര്യം ഇന്ന് തന്നെ ഒന്ന് സാധിപ്പിക്കണമേ. നിങ്ങൾക്കറിയാം ചരിത്രം, അതേ ദിവസം ആ പ്രാർത്ഥിച്ച നാഴികയിൽ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ അവൻ റെബേക്കയെ കണ്ടെത്താൻ ഇടയായി തീർന്നു. തൻ്റെ കാര്യങ്ങളെ ദൈവം ശീഘ്രത്തിൽ ചെയ്തു, വേഗത്തിൽ ചെയ്തു. കൃപയുണ്ടോ, ചില കാര്യങ്ങൾ വേഗത്തിൽ നടക്കും. കൃപയുള്ളവന് കാര്യങ്ങൾ ശീഘ്രത്തിൽ സംഭവിക്കും. മറ്റാർക്കും ലഭിക്കാത്ത ദൈവിക വേഗത അങ്ങനെയുള്ളവർക്ക് ലഭിക്കും. ഹല്ലേലൂയ. എലിയാസർ വിശ്വസ്തതയോട് തന്നെ ഏൽപ്പിച്ച വേല ചെയ്തു, തൻ്റെ യജമാനന് കീഴ്പ്പെട്ട് ജോലി ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെയും വിശ്വസ്തയോടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറെങ്കിൽ ചില കാര്യങ്ങൾ വേഗത്തിൽ സംഭവിക്കും. അധിക കൃപ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കാര്യങ്ങളെ വേഗത്തിൽ ദൈവം ചെയ്യും. ഹല്ലേലൂയ. ഇതാ മൂന്നാമതായി, ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ നീ സന്തോഷത്തോടെ കൊടുക്കുമോ? നിൻ്റെ സമയം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സമ്പത്ത് കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിൽ നീ അധികം ഉത്സാഹം കാണിച്ചാൽ 2 കൊരിന്ത്യർ 9:8 പറയുന്നു, അവൻ കൃപ പെരുക്കും, കൃപ വർദ്ധിപ്പിക്കും, കൃപമേൽ കൃപ വരും. അങ്ങനെയെങ്കിൽ കൃപമേൽ കൃപ വന്നാൽ നിൻ്റെ വീട്ടിനകത്ത് സന്തോഷം വരും. നീ സമ്പന്നനായിത്തീരും, നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. 2 കൊരിന്ത്യർ 9 വായിച്ചു നോക്കിയാട്ട്, അവൻ താണ ലോകത്തിലേക്ക് വന്ന ദരിദ്രനായി തീർന്ന ദൈവത്തിൻ്റെ കൃപ, അതേ കൃപയാണ് പകരുന്നത്. ആ കൃപയുടെ പ്രത്യേകത, നിങ്ങൾ സകലത്തിലും സമ്പന്നരായിരിക്കണം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1:8 പറയുന്നു, ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളിൽ സകല ജ്ഞാനവും വിവേകവും പെരുകും. സമ്പത്ത് മാത്രമല്ല, ജ്ഞാനത്തിൽ നിങ്ങൾ സമ്പന്നരാകും, നിങ്ങൾ വിവേകത്തിൽ സമ്പന്നരാകും, ആരോഗ്യത്തിൽ സമ്പന്നരാകും. പ്രിയരെ, എല്ലാ കാര്യത്തിലും ദൈവം നിങ്ങളെ ജയത്തോടെ നടത്തും. നമുക്ക് ഇന്ന് പകൽക്കാലം വേണ്ടത് കൃപമേൽ കൃപയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ കരത്തിൽ താഴ്ത്തി സമർപ്പിക്കാം. 2, ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യാം. 3, നാം ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ സന്തോഷത്തോടെ കൊടുക്കാം. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.